Today we are going to discuss about another important class of inorganic polymers, namely phosphazenes. That is phosphonitrile compounds or phosphazenes. From the name itself we can see that they contain phosphorus and nitrogen. They contain phosphorus and nitrogen, in which phosphorus is in +5 oxidation state and nitrogen is in +3 oxidation state. Okay, and this phosphazenes that contain phosphorus and nitrogen, that means that contain phosphorus nitrogen bond ഉണ്ടായിരിക്കും. So phosphazenes or phosphonitrile compounds are inorganic polymers which contain nitrogen phosphorus bonds, in which the phosphorus is in +5 oxidation state and nitrogen is in +3 oxidation state. And they can be cyclic or acyclic. Cyclic members ഉണ്ട്, acyclic members ഉണ്ട്. And the cyclic members, they are termed as cyclophosphosins. Cyclic ആണെങ്കിൽ അവരെ നമ്മൾ cyclophosphosins എന്നാണ് പറയുക. Cyclophosphosins or cyclic phosphosins, that is a class of compound having general formula. ശ്രദ്ധിച്ചോളൂ, PNR2 ഇതാണ് ബേസിക് യൂണിറ്റ്. അത് n ടൈംസ് ഉണ്ടായിരിക്കും. The cyclophosphosins have general formula PNR2 n times, where R എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആയിരിക്കാം. ഓക്കെ, ദാറ്റ് ക്യാൻ ബി ആൽക്കൈൽ ഗ്രൂപ്പ്സ് ലൈക്ക് CH3, OCH3, C6H5 എക്സെട്ര. അല്ലെങ്കിൽ ഹാലജൻസ് ലൈക്ക് Cl, ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ അങ്ങനെയുള്ളതായിരിക്കാം. സയനോ ഗ്രൂപ്പ് ഇതൊക്കെ ആയിരിക്കാം. സോ വാട്ട് ഈസ് ദിസ്? They can be cyclic or acyclic. Cyclophosphosins have general formula PNR2 n times, where R can be alkyl groups or halo groups like chlorine, bromine, fluorine, etc. So cyclics that have general formula PNR2 n times എന്ന് പറഞ്ഞു അല്ലേ. ഫോസ്ഫറസ് +5 നൈട്രജൻ +3 ആണ്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫോസ്ഫറിൻ്റെ ചുറ്റും 5 ബോണ്ട് വേണം, നൈട്രജൻ്റെ ചുറ്റും 3 ബോണ്ടും വേണം അല്ലേ. ആൻഡ് എക്സാമ്പിൾ ഈസ് സൈക്ലിക് ട്രൈമർ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ആൻഡ് ദിസ് ഈസ് എ സൈക്ലിക് ട്രൈമർ. നോക്കി നോക്കൂ, PN ഡബിൾ ബോണ്ട്, PN സിംഗിൾ ബോണ്ട്. സോ ടോട്ടൽ ഫോസ്ഫറസിൻ്റെ ചുറ്റും എത്രയുണ്ട്? ദെൻ ദീസ് ആർ ആൽക്കൈൽ ഗ്രൂപ്പ്സ് 1 2 3 4 5 അല്ലേ. നൈട്രജൻ നോക്കൂ 3. സോ ഫോസ്ഫറസ് ഈസ് ഇൻ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് നൈട്രജൻ ഈസ് ഇൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ നോക്കൂ, നമ്മൾ ബെൻസീൻ റിംഗ് വരയ്ക്കുന്ന പോലെ വരയ്ക്കുക, എന്നിട്ട് ആൾട്ടർനേറ്റ് PN ഇട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ ഫോസ്ഫറസിലായിരിക്കും ആ ആൽക്കൈൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മളിവിടെ PNR2 n ടൈംസ് എന്നുള്ളതിനേക്കാൾ ഏറ്റവും നല്ലത് R2PN n ടൈംസ് എന്ന് എഴുതുമായിരിക്കും അല്ലേ. കാരണം ഫോസ്ഫറസിൻ്റെ കൂടെയാണ് എപ്പോഴും R ഗ്രൂപ്പ് വരുന്നത് കേട്ടോ. ഇത് ഇങ്ങനെയാണ് എഴുതിയാൽ കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ആക്കിയാൽ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, സോ ഫോസ്ഫറസ് എപ്പോഴും പെൻറ്റാവാലൻ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, നോക്കൂ, ഒരു ദെൻ ഇദ്ദേഹത്തിന് നമുക്ക് പേര് കൊടുക്കണം, സൈക്ലോഫോസ്ഫാസിൻസ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇയാൾക്ക് സൈക്ലോ എത്ര ഗ്രൂപ്പാണുള്ളത്? 3 പേര്. സൈക്ലോ ട്രൈഫോസ്ഫാസീൻ എന്ന് വിളിക്കാം. ട്രൈഫോസ്ഫാസീൻ. ഇനിയോ ഇവിടെ നോക്കി നോക്കൂ, ഒരു ടെട്രാമറാണ്. ഓക്കെ, ഹിയർ ഓൾസോ ഫോസ്ഫറസ് ഹാവിങ് 5 ബോണ്ട് ഉണ്ട്. നൈട്രജൻ്റെ കേസിൽ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും അല്ലേ. ഓക്കെ, സോ നൈട്രജന് 3. അപ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ട് സിംഗിളും ഡബിളും വരയ്ക്കുക. നിങ്ങളോട് വരയ്ക്കാൻ പറയുമ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ട് സിംഗിളും ഡബിളും വരയ്ക്കുക, ആൾട്ടർനേറ്റ് ആയിട്ട് നൈട്രജനും ഫോസ്ഫറസും വരയ്ക്കുക. ഫോസ്ഫറസിൻ്റെ ചുറ്റും 6. ആ ഫോസ്ഫറസിന് എപ്പോഴും +5 വേണം, 5 ബോണ്ടിങ് വരണം. എന്നാൽ ഇയാളുടെ പേരെന്തായിരിക്കും? സൈക്ലോ ടെട്രാ ഫോസ്ഫോസിൻസ് അല്ലേ. ഒരു ടെട്രാമറാണ്. അതിലിങ്ങനെ ട്രൈമർ ആൾമോസ്റ്റ് ഒരു എന്താ പറയുക, പ്ലാനാർ കോൺഫിഗറേഷനാണ്. ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത്. ബട്ട് ടെട്രാമർ കുറച്ചൊരു ഇങ്ങനെ പക്കേർഡായിട്ടുള്ള സ്ട്രക്ചറാണുള്ളത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ സൈക്ലിക്. ദേ ഹാവ് ജനറൽ ഫോർമുല PNR2, അല്ലെങ്കിൽ നിങ്ങൾ R2PN n ടൈംസ് അല്ലെ. നോക്കൂ, R2PN n ടൈംസ്. ഇതൊന്ന്, R2PN 2, R2PN 3. അതാണ് സൈക്ലിക് ടെട്രാമർ. ഇവിടെ സൈക്ലിക് ട്രൈമർ, ടെട്രാമർ. ഓക്കെ, എന്നാൽ ഇനി നമുക്ക് ആ സൈക്ലിക് മെമ്പേഴ്സിനെ നോക്കാം. ആ സൈക്ലിക് എന്ന് വെച്ചാൽ സൈക്കിൾ അല്ലാതെ ലീനിയറായി കിടക്കുന്നത് അല്ലേ.
അവർ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. മോണോഫോസ്ഫാസീൻസ്, Diphosphosins and Polyphosphosins. So first we can check what is meant by Monophosphosins. Monophosphosins എന്ന് പറഞ്ഞാൽ that's a compounds of phosphorus and nitrogen. മോണോ പറഞ്ഞു വെച്ചാൽ ഒരു ഫോസ്ഫറസും ഒരു നൈട്രജനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ ഇവിടെ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ പിക്ക് ഇനി എത്ര ഗ്രൂപ്പ് വേണം പറയും. ഇവിടെ 2 എണ്ണേ ഉള്ളൂ, ഇനി 3 എണ്ണം വേണം അല്ലേ. അപ്പോൾ R3 എന്ന് കൊടുക്കുക. R3P ഡബിൾ ബോണ്ട് N. ഇനി എന്നിനോ ഒന്ന് വേണ്ടേ, കാരണം 2 ബോണ്ടല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ആർന്ന് കൊടുക്കുക. ഓക്കെ, ഈ ആറും സെയിം ആവാൻ വ്യത്യാസമുള്ളതായിരിക്കും. അപ്പം നമ്മൾ എന്ത് കൊടുക്കുക, ഡാഷ് എന്ന് കൂടി കൊടുക്കുക. സോ വാട്ട് ഈസ് മോണോഫോസ്ഫോസിൻസ് ആർ കോമ്പൗണ്ട്സ് ഓഫ് ഫോസ്ഫറസ് ആൻഡ് നൈട്രജൻ ഹാവിംഗ് ജനറൽ ഫോർമുല R3P ഡബിൾ ബോണ്ട് N R ഡാഷ്. ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതി നോക്കാം. P ഡബിൾ ബോണ്ട് N. R3 എന്നുള്ളതിന് പകരം നമുക്ക് ഫ്ലൂറിൻ കൊടുക്കാം. F3P. അപ്പം പിക്ക് ചുറ്റും 3 ഫോസ്ഫറസ്. നൈട്രജന് നമുക്ക് CH3 എന്നോ BR എന്നോ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഏതെങ്കിലും R ഗ്രൂപ്പ്. R ക്യാൻ ബി ആൽക്കൈൽ, അറൈൽ ഓർ ഹാലോ ആവാം. ഓക്കെ, സയനോ ഓൾസോ. സോ ദാറ്റ് ഈസ് മോണോഫോസ്ഫാസിൻസ്. മനസ്സിലായോ? ടെക്സ്റ്റ് ബുക്കിൽ CF3 എന്നാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ് കേട്ടോ. CF3 എന്ന് കൊടുക്കുകയാണെങ്കിൽ CF3 ത്രൈസ് എന്ന് കൊടുക്കണം. ഓക്കെ, അതുകൊണ്ട് ടീച്ചർ F3 എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ടെക്സ്റ്റിൽ CF3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ CF3 ത്രൈസ് എന്ന് വേണം, കാരണം R3 ഉണ്ടല്ലോ. ദാറ്റ് ഈസ് മോണോഫോസ്ഫാസിൻസ്. എന്നാൽ നമുക്ക് ഡൈഫോസ്ഫാസിൻസ് ഒന്ന് നോക്കി നോക്കാം. ഡൈഫോസ്ഫാസിൻസ്. What will be the general formula of diphosphosins? These are also phosphonitrous compounds. അപ്പോൾ ഇവരെ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ PNP എന്നെഴുതുക. ഓക്കെ, PNP എന്നെഴുതുക. ഒന്ന് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അടുത്തത് ഡബിൾ ബോണ്ട് ആക്കുക. എന്നിട്ട് ഗ്രൂപ്പുകളെ ഇട്ട് കൊടുത്താൽ, അപ്പോൾ P ഇവിടെ സിംഗിൾ ബോണ്ടുകൾ, അപ്പോൾ എത്ര വേണം, 4 R ഗ്രൂപ്പ് വേണം അല്ലേ. ഇവിടെ 3 എണ്ണമാണ്, അപ്പോൾ ഇനി ഇതിവിടെ ആരെയും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ Pക്ക് 2 എണ്ണേ ഉള്ളൂ, അപ്പോൾ 3 പേരെ വേണം. R3 എന്ന് കൊടുത്തു. ഇതും സെയിം ആവാൻ ഡിഫറെൻ്റ് ആവാം, അപ്പോൾ നമുക്കൊരു R ഡാഷ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഡൈഫോസ്ഫോസിൻസ് ഹാവിങ് ദ ജനറൽ ഫോർമുല R4PN ഡബിൾ ബോണ്ട് P R3 ഡാഷ്. ഡൈഫോസ്ഫോസിൻ എഴുതുമ്പോൾ നിങ്ങൾ PNP എഴുതുക, ഒരു സിംഗിൾ ബോണ്ട് ഒരു ഡബിൾ ബോണ്ടും വരയ്ക്കുക. ദെൻ ബാക്കിയുള്ള ആൽക്കിൽ ഗ്രൂപ്പിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഡൈഫോസ്ഫോസിൻ ഹാവിങ് ദിസ് ജനറൽ ഫോർമുല. ഒരു എക്സാമ്പിൾ എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് എഴുതാം CH3 4 times PN ഡബിൾ ബോണ്ട് P R3 എന്നുള്ളത് Cl3 എന്നോ F3 എന്നോ അല്ലെങ്കിൽ വേറെ C6H5 thrice എന്നൊക്കെ എഴുതാം. സോ ദീസ് ആർ ഡൈഫോസ്ഫോസിൻ. സോ മോണോഫോസ്ഫോസിൻസ്, ഡൈഫോസ്ഫോസിൻ ഹാവിങ് ദിസ് ജനറൽ ഫോർമുല. ആൻഡ് ദർ ഈസ് അനദർ കാറ്റഗറി ടേംഡ് ആസ് പോളിഫോസ്ഫോസിൻസ്. Polyphosphosins. That means when phosphorus and nitrogen catenate. എന്താ കാറ്റിനേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ മൾട്ടിപ്പിൾ ബോണ്ട്സ് വഴി ഇങ്ങനെ ലെങ്തി കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന ഇതാണ് കാറ്റിനേഷൻ അല്ലേ. അപ്പോൾ ഫോസ്ഫറസും നൈട്രജനൊക്കെ കാറ്റിനേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. സോ അവരിങ്ങനെ കാറ്റിനേറ്റ് ചെയ്താൽ ദാറ്റ് വിൽ ലീഡ്സ് ടു എ പോളിമർ ടേംഡ് ആസ് പോളിഫോസ്ഫോസിൻസ്. ജനറൽ ഫോർമുല നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഇദ്ദേഹത്തെ തന്നെ എഴുതുക. ഡൈഫോസ്ഫോസിൻ എഴുതുക R4P. ദെൻ N കുറച്ച് വിട്ടെഴുതുക. ബാക്കി ഡബിൾ ബോണ്ട് PR3 ഡാഷ്. ഓക്കെ, ദെൻ ഹിയർ ദ P ഈസ് ഇവിടെ P എന്തിനോടുമായിട്ടായിരിക്കും, നൈട്രജനോടായിരിക്കും. ഈ നൈട്രജൻ ആരുമായിട്ടായിരിക്കും, ഫോസ്ഫറസുമായിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഡബിൾ ബോണ്ട് ആയിരിക്കും. പിന്നെ ഒരു സിംഗിൾ ബോണ്ട് അല്ലേ വന്നിരിക്കുന്നത്. ഇത് P 1 2 3 ഉള്ളൂ, അപ്പോൾ 4 5 ആവാൻ ഇങ്ങനെ എഴുതി N ടൈംസ്. നോക്കൂ, ഇത് സിംഗിൾ ബോണ്ട്. ഇതാണ് ഫോസ്ഫാസിൻസിൻ്റെ പോളിഫോസ്ഫാസിൻസിൻ്റെ ജനറൽ ഫോർമുല. ഒന്നുകൂടി എഴുതാം. R4P ദെൻ N. ഇവിടെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഡബിൾ ബോണ്ട് എഴുതുക P. ദെൻ സിംഗിൾ ബോണ്ട് ഡബിൾ N ഡബിൾ ബോണ്ട് PR3 ഡാഷ്. അത് ഫോസ്ഫറസ് 3 എണ്ണമായതുകൊണ്ട് 2 R ഗ്രൂപ്പ് ഇവിടെ വേണം. ദെൻ ഈ ഗ്രൂപ്പാണ് ഇവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സോ ദാറ്റ് ഈസ് പോളിഫോസ്ഫാസിൻസ്. മനസ്സിലായോ? സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. ഇങ്ങനെ ഫോസ്ഫറസിനാണ് ആൽക്കൈൽ ഗ്രൂപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ദിസ് ആർ എ ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ദാറ്റ് ആർ ഫോംഡ് ബൈ ദി കാറ്റിനേഷൻ ഓഫ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ്.
മനസ്സിലായ മക്കളെ? ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഫോസ്ഫറസിന് 5 ബോണ്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ബാക്കി നൈട്രജന് 3 ബോണ്ടും ആയിരിക്കണം. And we learn about the phosphonitrile compounds, that is they have general formula PnR2 n times ആണ് മനസ്സിലായി അല്ലേ? If that R groups are chlorides, chlorine groups, chlorine ആണ് വിചാരിച്ചോളൂ, and that will lead to an important compounds called phosphonitrile chlorides അല്ലെങ്കിൽ Chlorophosphosins എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. എന്തേ ഉള്ളൂ വ്യത്യാസം? ആ R ഗ്രൂപ്പ് എല്ലാം ക്ലോറിൻ ആണ്. ഫോസ്ഫറസിൻ്റെ കൂടെയുള്ള R ഗ്രൂപ്പ് എല്ലാം ക്ലോറിൻ ആണ്. and that are phosphonitrile chlorides. Phosphonitrile chlorides or Chlorophosphosins എന്ന് പറയും. ഓക്കെ, ഫോസ്ഫാസിൻസിൻ്റെ ജനറൽ ഫോർമുല നമ്മൾ പഠിച്ചു, PnR2n ടൈംസ് എന്നാണ് പഠിച്ചു അല്ലേ? അപ്പോൾ ക്ലോറോഫോസ്ഫാസിൻസ് ജനറൽ ഫോർമുല എന്തായിരിക്കും? PnR2 എന്നുള്ളതിന് പകരം Cl2n times. So that is Chlorophosphosins have general formula PnCl2n. ഈ ക്ലോറിൻ ആരുടെ കയ്യിലാണുള്ളത്? ഫോസ്ഫറസിൻ്റെ കയ്യിലാണുള്ളത് കേട്ടോ. PnCl2n times. And you know the value of n can be 3 to 11. ട്രൈമർ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രൈമർ, ടെട്രാമർ, പെൻഡാമർ, ഹെക്സാമർ ഒക്കെ ആയിട്ട് 3 to 11 വരെയുള്ള ചെയിനൊക്കെ ഓൾറെഡി നോൺ ആണ്. സോ ദാറ്റ് ഈസ് phosphonitrile chlorides or Chlorophosphosins having general formula PnCl2n times. Okay, an important member among this category is a cyclic trimer. So PnCl2 thrice. Cyclic trimer ആണ് ഇദ്ദേഹം. ആൻഡ് വാട്ട് ഈസ് ദ നെയിം? സൈക്ലിക് ഫോസ്ഫാസിൻസിനെ നമ്മൾ എന്താ പറയുക? സൈക്ലോഫോസ്ഫാസിൻസ് പറയും. 3 പേരാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സൈക്ലോ ട്രൈ ഫോസ്ഫാസിൻ. സൈക്ലോ ട്രൈ ഫോസ്ഫാസിൻ ആണ്. ഓക്കെ, ആൻഡ് ഹിയർ ദ R ഗ്രൂപ്പ്സ് ആർ ക്ലോറിൻ. എത്ര ക്ലോറിൻ ആറ്റംസ് ഉണ്ട്? 6 ഉണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? ഹെക്സാ ക്ലോറോ സൈക്ലോ ട്രൈഫോസ്ഫാസിൻ. ഈ മൊളിക്യൂളിൻ്റെ പേരാണ് ഹെക്സാ ക്ലോറോ സൈക്ലോ. വൈ സൈക്ലോ? സൈക്ലിക് ആയത്. ട്രൈ ഒരു ട്രൈമറാണ്. ഹെക്സാ ക്ലോറോ സൈക്ലോ ട്രൈഫോസ്ഫാസിൻസ്. ആൻഡ് ലുക്ക് അറ്റ് ദ ഫിഗർ ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ഹിയർ ദ PnP or the NPN bond angle is found to be 120. നമ്മൾ ബെൻസീൻ റിങ്ങിലുള്ള അതുപോലെ തന്നെയാണ്. and the bond angle is about 120 degree. okay, and the ClPCl outside the ring the bond is 108 degree. കുറച്ചുകൂടി ഇങ്ങോട്ട് ക്ലോസ്ഡ് ആണ് അല്ലേ? so here the angle is 108 degree and this angle is 120 degree Celsius. and the nitrogen is in sp2 hybridization. നൈട്രജൻ sp2 ഹൈബ്രിഡൈസേഷൻ ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത്. ആൻഡ് യു നോ ദ ഫോസ്ഫറസ് ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് സോ ടെട്രാഹൈഡ്രൽ, സംവാട്ട് ടെട്രാഹൈഡ്രൽ ആണ്. ആൻഡ് ടെട്രാഹൈഡ്രൽ എന്ന് പറയുമ്പോൾ ഫോസ്ഫറസ് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, നൈട്രജൻ sp2 ഹൈബ്രിഡൈസേഷൻ, ഫോസ്ഫറസ് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ sp3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ഈ ക്ലോറിൻ ആറ്റംസ് എങ്ങനെയാണ് നിൽക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡിലാണ്. ദിസ് ഈസ് ടുവാർഡ്സ് us, away from us. അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ പ്ലെയിനിൻ്റെ മുകളിലാണ് ഒരു ക്ലോറിൻ, പ്ലെയിനിൻ്റെ താഴെയാണ്. അപ്പോൾ അവർ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സൈക്ലിക് ട്രൈമർ. ഓക്കെ, സോ ഫോസ്ഫറസും നൈട്രജനും ഇവരെല്ലാവരും ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത്. ക്ലോറിൻ മുകളിലും താഴെയായിട്ടാണ് നിൽക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ആംഗിൾ 120 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 108. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ പഠിച്ചു വെക്കണം. ബോണ്ട് ആംഗിൾ, ഹൈബ്രിഡൈസേഷൻ എല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. സോ ദാറ്റ് ഈസ് ദ സൈക്ലിക് ട്രൈമർ. hexachlorocyclotriphosphacenes. നൈട്രജൻ sp2, ഫോസ്ഫറസ് sp3. ഇങ്ങനെ തന്നെ വരയ്ക്കും. ഇതൊക്കെ നല്ല ഫില്ല് ചെയ്യണം കേട്ടോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി സൈക്ലിക് ട്രൈമർ. ഓക്കെ, സോ ദിസ് സൈക്ലിക് ട്രൈമർ ഒരു പ്ലാനാർ റിംഗ് ആണ്. ഓക്കെ, ആൻഡ് ഹിയർ ഈസ് ദ ടെട്രാമർ. സോ ഇതിൻ്റെ പേര് പറയൂ. സൈക്ലോ ടെട്രാ ഫോസ്ഫാസിൻ ആണ് അല്ലേ? ഇറ്റ് ഈസ് സൈക്ലോ tetraphosphasin. How many chlorine atoms? 8 chlorine atoms. So octachlorocyclotetraphosphasin. Okay, so here പറയുമ്പോൾ കുറച്ചുകൂടി പക്കേഡ്, ഒരു പക്കേഡ് ഇങ്ങനെ ഒരു മടങ്ങിയിട്ടുള്ളൊരു പക്കേഡ് റിംഗ് ആണ് ടെട്രാമർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്ലിക് മെമ്പേഴ്സ്, ട്രൈമറും ടെട്രാമറും. ആൻഡ് ഇറ്റ് ഓൾസോ ഫോം ആ സൈക്ലിക് ക്ലോറോഫോസ്ഫാസിൻസ്. ആ സൈക്ലിക് ക്ലോറോഫോസ്ഫാസിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
സൈക്ലിക് അല്ലാതെ ലീനിയർ ആയിട്ടുള്ളവർ. സോ ദേ ഹാവ് ദ ജനറൽ ഫോർമുല. മറ്റത് പറയൂ, സാധാരണ പോളിഫോസ്ഫോസിൻസിൻ്റെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? R4P NPR2N ടൈംസ് NPR2N ടൈംസ് NPR3. ഇതായിരുന്നല്ലോ ജനറൽ ഫോർമുല. സോ നമുക്ക് ക്ലോറോഫോസ്ഫോസിൻസ് എഴുതണമെങ്കിൽ എന്ത് എഴുതിയാൽ മതി? R എന്നുള്ളിടത്തെല്ലാം ക്ലോറിൻ, Cl4 ടൈംസ് P NPR2 എന്നുള്ളതിന് പകരം Cl2N ടൈംസ് ദെൻ N, ഇത് ഡബിൾ ബോണ്ട് വരും അല്ലേ, N ഡബിൾ ബോണ്ട് PCl3. സോ ദിസ് ഈസ് ദ ജനറൽ ഫോർമുല. മറ്റേതിൽ R എന്നുള്ളത് പകരം ക്ലോറിൻ ഇട്ടാൽ മതി. അസൈക്ലിക് ക്ലോറോഫോസ്ഫാസിൻസ് അല്ലെങ്കിൽ പോളി ക്ലോറോഫോസ്ഫാസിൻസ്. എന്താണ്? പോളി ക്ലോറോഫോസ്ഫാസിൻസ്, പോളിമർ. Polychlorophosphosins have general formula Cl4P NPCl2N times N double bond PCl3. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ എന്നിട്ട് അതൊന്ന് ഡിറൈവ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞാൽ P എന്നിടുക, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഇടുക. എന്നിട്ട് ഇവിടെ പിക്ക് ഒരു ബോണ്ടുള്ള 4 ക്ലോറിൻ ഇടുക, ഇവിടെ പിക്ക് 2 ബോണ്ട് 3 ബോണ്ട് അപ്പുറത്തും ഇപ്പുറത്തുണ്ട്. അപ്പോൾ ഇവിടെ P എന്നുള്ളത് ട്രിപ്പിൾ ബോണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ജനറൽ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ ജനറൽ ഫോർമുല ഫോർ പോളിക്ലോറോഫോസ്ഫോസിൻസ്. ഇത് പോളിഫോസ്ഫോസിൻസിന്, ഇത് പോളിക്ലോറോഫോസ്ഫോസിൻസ്. R എന്നുള്ളതിന് പകരം നമ്മൾ Cl ഇട്ട് കൊടുത്തു അല്ലേ. ആൻഡ് അപ് ടു N 15,000 ആർ നോൺ. Nൻ്റെ വാല്യൂ 15,000 വരെ ഇതുവരെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ യൂണിറ്റ് ഒരു 15,000 അത്രയും ലെങ്തി ആയിട്ടുള്ള പോളിമറൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ എക്സാമ്പിൾസ് ആർ, ഇത് നോക്കൂ, ഒരു ഡൈമറാണ്, ഇത് ഒരു ടെട്രാമറാണ്, അങ്ങനെ ഇങ്ങനെയുള്ള കുറേ ഫോസ്ഫോനൈട്രിലിക് ക്ലോറൈഡ്സ് ഒക്കെ നോണാണ്. അതിനെല്ലാം നമുക്ക് സിംപ്ലി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പോളിക്ലോറോഫോസ്ഫോസിൻസ്. Okay, contain phosphorus and nitrogen bonds. Phosphorus in +5, nitrogen is in +3 oxidation state. Next we want to study the preparation of phosphonitrile chloride. How we can prepare the phosphonitrile chlorides. അപ്പോൾ നമുക്കറിയാം ഫോസ്ഫറസും വേണം നൈട്രജനും വേണം അല്ലേ. സോ ദ റോ മെറ്റീരിയൽ ദാറ്റ് ഈസ് ഫോർ phosphorus is PCl5. okay, and for nitrogen we are taking ammonium chloride. okay, so ഇത് രണ്ടും ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഫോസ്ഫോസിൻസ്, ക്ലോറോഫോസ്ഫാസിൻസ്, സൈക്ലിക്കും അസൈക്ലിക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ NPCl first, that is phosphorus pentachloride plus N ammonium chloride, and it is heated at 120 to 150 degrees Celsius in benzene law. ഒരു സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ആൻഡ് യു വിൽ ഗെറ്റ് സൈക്ലിക് ഐസോമേഴ്സ്. അപ്പോൾ സൈക്ലിക്കിൻ്റെ ജനറൽ ഫോർമുല എന്തായിരുന്നു? NPCl2N ടൈംസ് അല്ലേ, NPR2N ടൈംസ് എന്ന് പറയുമ്പോൾ അപ്പോൾ NPCl2N ടൈംസ് പ്ലസ് ഇവിടുന്ന് 2 ക്ലോറിനാണ് ഉപയോഗിച്ച്, ബാക്കി 3 ക്ലോറിൻ ഉണ്ട്, ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്, 4 ക്ലോറിൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വരും? 4NHCl ആണ് ഉണ്ടാകുന്നത്. 4NHCl ആണ് പ്രോഡക്റ്റിന്. സോ സൈക്ലിക് ഐസോമർ ഇതാണ്. അപ്പോൾ പോളിക്ലോറോഫോസ്ഫോസിൻസും ഉണ്ടാവും, സൈക്ലിക്കും ഉണ്ടാവും അസൈക്ലിക്കും. പോളിയുടെ ഫോർമുല എന്താണ് പറയൂ? Cl4 ടൈംസ് P, പിന്നെ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്താണ്? NPCl2N ടൈംസ് അല്ലേ, ദെൻ NPCl3. ഇതാണ് ജനറൽ ഫോർമുല. സോ PCl5ഉം അമോണിയം ക്ലോറൈഡും നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ സൈക്ലിക് ക്ലോറോഫോസ്ഫാസിൻസും ഉണ്ടാവും, പോളിക്ലോറോഫോസ്ഫാസിൻസും ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ 3 ആണ് എടുക്കുന്നത് വിചാരിക്കും. 3 PCl5 പ്ലസ് 3 അമോണിയം ക്ലോറൈഡ്. സോ യു വിൽ ഗെറ്റ് NPCl2 thrice, ട്രൈമർ കിട്ടും, പ്ലസ് 4N, 4 × 3 അല്ലേ, അപ്പോൾ 12HCl കിട്ടും. So that is the preparation. PCl5 and ammonium chloride treated to give cyclic isomer കിട്ടും, പോളി ഐസോമർ അല്ലാട്ട് സൈക്ലിക് പോളിമറും കിട്ടും, ആൻഡ് പോളിമർ കിട്ടും, മറ്റേ പോളി ക്ലോറോഫോസ്ഫാസിൻസും കിട്ടും. ഒരു എക്സാമ്പിൾ എഴുതി. ഓക്കെ, നമ്മളപ്പോൾ ഇങ്ങനെ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ആൻഡ് ദ റിയാക്ഷൻ മിക്സ്ചർ മേ കണ്ടെയ്ൻ ട്രൈമർ ഉണ്ടായിരിക്കും,
ടെട്രാമർ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ 3 പറഞ്ഞൊന്നും നമ്മൾ എടുക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ കുറച്ച് എമൗണ്ട് ഒരു മോളിക്കുലർ ഈക്വൽ വോളിയം, അതായത് ഈക്വൽ മോൾ PCl5 അമോണിയം ക്ലോറൈഡുമാണ് എടുക്കുക. അപ്പോൾ ട്രൈമറും ടെട്രാമറും പിന്നെ ഹയർ പോളിമേഴ്സ് കുറവ്, പെൻറ്റാമർ ഹെക്സാമറൊക്കെ വളരെ കുറവായിരിക്കും. ഇതൊക്കെ സൈക്ലിക് അവരും കിട്ടും, പിന്നെ അസൈക്ലിക് മെമ്പേഴ്സിനെയും കിട്ടും. ഇങ്ങനെ ലീനിയർ ആയിട്ടുള്ള അസൈക്ലിക് ലീനിയർ പോളിമേഴ്സിനെയും കിട്ടും. സോ ജസ്റ്റ് നമ്മൾ റിയാക്ഷൻ ചെയ്താൽ, സോ ദ റിയാക്ഷൻ മിക്സ്ചർ മേ കണ്ടെയ്ൻ സൈക്ലിക് മെമ്പേഴ്സ് ആസ് വെൽ ആസ് അസൈക്ലിക് മെമ്പേഴ്സ്. സോ വാട്ട് വി വാണ്ട് ടു ഡു, വി വാണ്ട് ടു സെപ്പറേറ്റ് ദം. നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യണം അല്ലേ. അതിനൊരു മെത്തേഡ് ഉണ്ട്. യു നോ ദീസ് സൈക്ലിക് മെമ്പേഴ്സ് ആർ സോലബിൾ ഇൻ പെട്രോളിയം ഈഥർ. പെട്രോളിയം ഈഥറിൽ സൈക്ലിക് മെമ്പേഴ്സ് എല്ലാവരും സോലബിളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റിയാക്ഷൻ മിക്സ്ചറിലേക്ക് സൈക്ലിക് ഈഥർ ആഡ് ചെയ്യുക, പെട്രോളിയം ഈഥർ ആഡ് ചെയ്യുക. പെട്രോളിയം ഈഥർ ആഡ് ചെയ്യുമ്പോൾ സൈക്ലിക് പോളിമേഴ്സ് എല്ലാവരും ഇതിൽ ഡിസോൾവ് ചെയ്യും. ഓക്കെ, എന്നിട്ട് കിട്ടുന്ന ആ എക്സ്ട്രാക്റ്റിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനോ എന്തെങ്കിലും ക്രിസ്റ്റലൈസേഷനോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മെമ്പേഴ്സിനെ കിട്ടും. ഓക്കെ, ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ എന്ന് വെച്ചാൽ ഓരോ മെൽറ്റിംഗ് പോയിൻ്റ് എടുത്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരെയും ഇതാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, സൈക്ലിക്കിൽ നിന്ന് അസൈക്ലിക്കിനെ മാറ്റി. ഓക്കെ, എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് വി ആർ ട്രീറ്റിംഗ് വിത്ത് ഈതർ ഓൺലി ദ സൈക്ലിക് കമ്പോണൻസ് will be soluble in the petroleum ether, so they can be separated from the acyclic that is linear polymers-ൽ നിന്ന് അങ്ങനെ നമുക്ക് അവരെ മാറ്റാൻ പറ്റും. നമുക്കിനി ഈ സൈക്ലിക് കോമ്പൗണ്ട്സിനെ തന്നെ അസൈക്ലിക് ആക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ N/3 NpCl2 ത്രൈസ്, ഒരു ട്രൈമർ, അതിനെ നന്നായിട്ടൊരു 250 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ തന്നെ അസൈക്ലിക് പോളിമറായിട്ട് മാറും. അസൈക്ലിക് ആയിട്ടുള്ള ലീനിയർ ആയിട്ടുള്ള പോളിമറായിട്ട് മാറും. സോ സൈക്ലിക്കിനെ ഹീറ്റ് ചെയ്താൽ അസൈക്ലിക്കാണ്. സോ ഇത്രയും ആലോചിച്ചാൽ മതി. PCl5 അമോണിയം ക്ലോറൈഡ് മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ സൈക്ലിക് മെമ്പേഴ്സും കിട്ടും, അസൈക്ലിക്കും. ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പെട്രോളിയം ഈഥർ ഉപയോഗിക്കാം. ദെൻ സൈക്ലിക് മെമ്പേഴ്സിനെ ഹീറ്റ് ചെയ്താൽ നമുക്ക് അസൈക്ലിക് മെമ്പേഴ്സ് കിട്ടും. സോ വി ലേൺ അബൌട്ട് ഫോസ്ഫോനൈട്രിക് ക്ലോറൈഡ്സ് പഠിച്ചു അല്ലേ. R എന്നുള്ളതിന് പകരം അവിടെ Cl ആണ്. We can prepare other phosphonitrile compounds from phosphonitrile chloride. Phosphonitrile chlorides-നെ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം by the reaction of PCl5 and ammonium chloride. അതിൽ നിന്ന് നമുക്ക് മറ്റ് ഫോസ്ഫോനൈട്രിക് കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇത് നോക്കൂ, നമ്മുടെ ട്രൈമർ അല്ലേ, ഫോസ്ഫോനൈട്രിക് ക്ലോറൈഡ്, ആൻഡ് ദാറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഫിനൈൽ ലിഥിയം C6H5Li 6C6H5Li. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വേണ്ടി ഈ Cl എല്ലാം മാറിയിട്ട് C6H5 ആയി മാറും. ഓക്കെ, സോ എന്താ ഇവിടെ കിട്ടുക, -6LiCl ലിഥിയം ക്ലോറൈഡ് എലിമിനേറ്റ് ആവും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ Cl-നെയൊക്കെ മാറ്റി നമ്മൾ ആരാക്കി, C6H5 ആക്കി. അപ്പോൾ ഈ ക്ലോറോഫോസ്ഫാസിൻസ് നമുക്ക് വേറൊരു കോമ്പൗണ്ട് കിട്ടി. ഇത് നോക്കൂ, CS3Mg, ഇതാരാണ്, ഗ്രിഗ്നാർഡ് റിയേജൻ്റ് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് കേട്ടോ. ഒരു ആൽക്കൈലേഷൻ നടക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എടുക്കുകയാണ്. സോ CS3Mg ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എടുത്തു. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എടുക്കുമ്പോൾ ഈ Cl എല്ലാം മാറിയിട്ട് അവിടെ CS3 വരും അല്ലേ. അപ്പോൾ ഇവിടെ ആരായിരിക്കും വരുന്നുണ്ടാവുക, ഇവിടെ വരുന്നത് MgCl2ഉം MgI2ഉം വരും. MgCl2 MgI2 കൂടി വരും. ഓക്കെ, അപ്പോൾ 3 വരും. 3 MgCl2 3 MgI2 വരും. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ക്ലോറിനെ മാറ്റിയിട്ട് OCH3 മെതോക്സി ഗ്രൂപ്പ് കൊണ്ടുവരാം. അപ്പോൾ ആരെടുത്താൽ മതി, സോഡിയം മെതോക്സൈഡ് എടുത്താൽ മതി, നല്ല ആക്റ്റീവായ ആൾക്കാരെ എടുത്താൽ മതി. അപ്പോൾ ക്ലോറിനൊക്കെ മാറിയിട്ട് അവിടെ OCH3 ഗ്രൂപ്പ് വരും. ഓക്കെ, സോ നെറ്റ് എഫക്റ്റ് എന്താ മക്കളെ, നമ്മൾ ക്ലോറോഫോസ്ഫാസിൻസിൽ നിന്ന് നമുക്ക് ആ ക്ലോറിനെ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ടുവരും. അപ്പോൾ ഓരോന്നിനും ഓരോ അപ്ലിക്കേഷൻസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേരിയസ് കോമ്പൗണ്ട്സിനെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇയാളെ പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് മറ്റുള്ളവരെ ഇപ്പോൾ ഇത് സൈക്ലിക് കാര്യമല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈക്ലിക് അല്ലാത്ത ലീനിയർ ആൾക്കാരുണ്ട്. അവരുടെ ജനറൽ ഫോർമുല എന്താണ്, NpCl2 n ടൈംസ് അല്ലേ, ഇങ്ങനെ വരും അല്ലേ, NpCl2 n ടൈംസ്. അപ്പോൾ നോക്കൂ, ഇവിടെ ആരാണ് നമ്മൾ ഉപയോഗിച്ചത്, C6H5Li, 2 വേണ്ട, കാരണം 2 ക്ലോറിൻ അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതൂ കേട്ടോ,
ഇവിടെ CLന് പകരം C6H5 C6H5 വരും. ഓക്കെ, ഇഫ് യു ആർ യൂസിങ് CH3 MgI CH3 എന്നുള്ളതിന് നിങ്ങൾ ഇനി CH3 CH2 എഴുതിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ക്ലോറിന് പകരം CH3 CH2 CH2 CH3 CH2 CH3 എത്തും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ C2H5ON സോഡിയം ഇതോക്സൈഡാണ് വിചാരിച്ചോളൂ. അപ്പോൾ ഇത് മാറിയിട്ട് സോഡിയം ഇതോക്സൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2A വേണ്ടുള്ളൂ, കാരണം 2 Rനല്ലേ മാറ്റേണ്ടുള്ളൂ, അത് ശ്രദ്ധിക്കൂ. അങ്ങനെ നമുക്ക് ക്ലോറോഫോസ്ഫാസിൻസ് നിന്ന് നമുക്ക് ഡിസയേർഡ് കോമ്പൗണ്ട്സിനെ പ്രിപ്പയർ, ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. So moving towards the last section, the properties and applications of polyphosphosins. And you know, these polyphosphosins, their applications are varied on the basis of the chlorine substitution. Chlorine ആരൊക്കെയായിട്ട് മാറ്റുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ പ്രോപ്പർട്ടീസ്. ആൻഡ് യൂഷ്വലി ദേ ആർ നോൺ വോളട്ടൈൽ സോളിഡ്സ്, സോളിഡ് നേച്ചറാണ് കേട്ടോ. Polyphosphosins non-volatile solids, they are non-volatile solids, and you know they are hydrophobic. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വാട്ടർ റിപ്പല്ലൻ്റ് ആണ്. ദാറ്റ് ഈസ് ഹൈഡ്രോളിസിസ് റെസിസ്റ്റൻറ്റ്. വാട്ടർ റിപ്പല്ലൻറ്റ്, സോ ഹൈഡ്രോളിസിസ് റെസിസ്റ്റൻറ്റ്. ദേ ആർ ഹൈഡ്രോഫോബിക് ആൻഡ് ദേ ഹാവ് എക്സലൻറ്റ് ഫ്ലെയിം റിട്ടാർഡൻറ്റ് പ്രോപ്പർട്ടി. ഫ്ലെയിം റിട്ടാർഡ് ചെയ്യും. ഓക്കെ, സോ പെട്ടെന്നൊന്നും കത്തിപ്പിടിക്കില്ല. ആൻഡ് ഹെൻസ് യൂസ്ഡ് ആസ് എ ഫ്ലെയിം റിട്ടാർഡൻറ്റ് ഫോർ പ്ലാസ്റ്റിക് റെസിൻസ്. പ്ലാസ്റ്റിക് റെസിൻസിൽ ഫ്ലെയിം റിട്ടാർഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്യുന്നത് സീലിംഗ് ഏജൻറ്റ്സ് ഫോർ സെമി കണ്ടക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രിൻറ്റഡ് സർക്യൂട്ട്സ്, കഴിഞ്ഞ ഒരു ഇതിൽ നമ്മൾ പഠിച്ചില്ലേ, പ്രിൻറ്റഡ് സർക്യൂട്ടുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ നോൺ വോളട്ടൈൽ സോളിഡ്സ്. ഹൈഡ്രോഫോബിക് ആണ്, അതുകൊണ്ട് തന്നെ ഹൈഡ്രോളിസിസ് റെസിസ്റ്റൻ്റ് ആണ് അല്ലേ, വാട്ടർ റിപ്പല്ലൻ്റ് ആണ്. ദെൻ ഫ്ലെയിം റിട്ടാർഡൻ്റ് ആണ്. സോ യൂസ്ഡ് ഇൻ ഫ്ലെയിം റിട്ടാർഡൻറ്റ് പ്ലാസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് പെട്ടെന്ന് ഉരുകി പോകില്ല, അപ്പോൾ ഫ്ലെയിം റിട്ടാർഡൻറ്റ് നേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് സ്വല്പം ഇത് ആഡ് ചെയ്യും. ഓക്കെ, ദെൻ സെമി കണ്ടക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, പ്രിൻറ്റഡ് സർക്യൂട്ടിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അനദർ ഇൻട്രസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ഈസ് ദാറ്റ് വെൻ വി ആർ ഇൻട്രൊഡ്യൂസിങ് ക്രോസ് ലിങ്കിങ്, നമ്മളൊരു ക്രോസ് ലിങ്കിങ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ദിസ് പോളിഫോസ്ഫോസിൻസ് ബിക്കം ഇലാസ്റ്റോമേഴ്സ്, അവർക്കൊരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കിട്ടും. While introducing cross-linking, the polyphosphosins will get elastic properties, so they are termed as polyphosphosin elastomers because they have the resistance with water as well as other hydrocarbons and solvent. ഒന്നുമായിട്ട് പെട്ടെന്ന് ആക്ട് ചെയ്യില്ല. വാട്ടർ റിപ്പല്ലൻ്റ് ആണ്, ഹൈഡ്രോകാർബൺ റിപ്പല്ലൻ്റ് ആണ്, മെനി സോൾവെൻറ്റ്സ്. അപ്പോൾ ഓർഗാനിക്കോ ആയിട്ടുള്ളതും ഇനോർഗാനിക്കോ ആയിട്ടുള്ള സോൾവെൻറ്റിലൊന്നും ഇത് ഡിസോൾവ് ചെയ്യില്ല, ദാറ്റ് ആർ റിപ്പല്ലൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദേ ആർ യൂസ്ഡ് ഇൻ ഫ്യൂവൽ ലൈൻസ്. നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ പൈപ്പുകളില്ലേ, അപ്പോൾ ഫ്യൂവൽ ലൈൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഷോക്ക് അബ്സോർബറുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, കാർബറേറ്ററുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അവരുടെ ഒരു പ്രത്യേകത പറഞ്ഞു വെച്ചാൽ ദേ ആർ ഫ്ലെക്സിബിൾ ഈവൻ അറ്റ് ലോ ടെമ്പറേച്ചർ. സാധാരണ ഇലാസ്റ്റോമേഴ്സിൻ്റെയൊക്കെ ഇലാസ്റ്റിസിറ്റി ലോ ടെമ്പറേച്ചറിൽ നഷ്ടപ്പെടും, ബട്ട് ദേ വിൽ ഷോ ദെയർ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഈവൻ അറ്റ് ലോ ടെമ്പറേച്ചർ. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻ. ഇമ്പോർട്ടൻറ്റ് ഹൈഡ്രോഫോബിക് നേച്ചറാണ്, പിന്നെ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എന്തായിരുന്നു, ഫോസ്ഫോ നൈട്രിലിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഫോസ്ഫാസിൻസിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. അവരെന്താണ്, ദേ ആർ ഫോസ്ഫറസ് നൈട്രജൻ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് PN bonds in which phosphor is in +5 oxidation stage, nitrogen is +3. They can be cyclic or acyclic. Cyclic മെമ്പേഴ്സിൻ്റെ ജനറൽ ഫോർമുല PnR2 n ആയിരിക്കും അല്ലേ. വേർ R can be alkyl, aryl ആവാം, അല്ലെങ്കിൽ ഹാലോ ഗ്രൂപ്പ് ലൈക്ക് ക്ലോറിൻ, ബ്രോമിൻ ഒക്കെ ആവാം. ദെൻ നമ്മൾ 2 സൈക്ലിക് മെമ്പേഴ്സിനെ കുറിച്ച്, സൈക്ലോ ട്രൈഫോസ്ഫാസിൻ, സൈക്ലോ ടെട്രാഫോസ്ഫാസിൻ. പിന്നെ അസൈക്ലിക് മെമ്പേഴ്സ് മോണോഫോസ്ഫാസിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ PN ഡബിൾ ബോണ്ട് എഴുതുക, ബാക്കി R ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എത്ര എണ്ണം വേണം നോക്കിയിട്ട്. ഡൈഫോസ്ഫാസിൻ നമ്മൾ PNP എഴുതുക, ഒരു സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ബാക്കി R ഇട്ട് കൊടുക്കുക. പോളിഫോസ്ഫാസിൻസ് R4P എഴുതി, ദെൻ NPR2 n ടൈംസ് NPR3 ഇത് പഠിച്ചു വയ്ക്കുക കേട്ടോ. സോ ദിസ് ഈസ് ദ ജനറൽ ഫോർമുല. നെക്സ്റ്റ് പോളിഫോസ്ഫോ നൈട്രിലിക് ക്ലോറൈഡ്സ് ആണ് ഇമ്പോർട്ടൻറ്റ് ഫാമിലി. അതിലെ ഇമ്പോർട്ടൻറ്റ് മെമ്പറാണ് ഒരു ട്രൈമർ. ട്രൈമറിൻ്റെ സ്ട്രക്ചർ ഇതാണ്, ഏകദേശം ഒരു പ്ലാനാർ സ്ട്രക്ചറാണ്. 120 ബോണ്ട് ആംഗിൾ, ഔട്ട്സൈഡ് ബോണ്ട് ആംഗിൾ ഈസ് 108. ഹിയർ sp2 ആണ്, sp3 ആണ്. അതൊക്കെ ടെട്രാമർ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, അതിനൊരു പക്കേർഡ് സ്ട്രക്ചറാണ്. ഇനി അസൈക്ലിക് ആണെങ്കിൽ ഇതായിരിക്കും ജനറൽ. R എന്നുള്ളിടത്തൊക്കെ നമ്മൾ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ഒരു 15,000 ലെങ്തി ആയിട്ടുള്ള ക്ലോറിഫോസ്ഫോസിൻസ് ആർ നോൺ.
പിന്നെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ജസ്റ്റ് PCl5 അമോണിയം ക്ലോറൈഡ് മിക്സ് ചെയ്യുക അല്ലേ. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈക്ലിക് കിട്ടും, അസൈക്ലിക്കൊക്കെ കിട്ടും. അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പെട്രോളിയം ഈതറിൽ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്തതിന് പിന്നെ ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസ് ചെയ്താൽ ട്രൈമറും ടെട്രാമറും ഒക്കെ ആയി സോളിഡാന്ന് പറഞ്ഞില്ലേ ടീച്ചർ? അങ്ങനെ നമുക്ക് ക്രിസ്റ്റലൈസേഷൻ ചെയ്ത് കിട്ടും. പിന്നെ നമ്മൾ പഠിച്ചത് അതർ ഫോസ്ഫോനൈട്രിക് കോമ്പൗണ്ട്സിനെ നമുക്ക് ഈ ക്ലോറിഡിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റിയേജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ക്ലോറിന് പകരം മറ്റാൾക്കാരെ കൊണ്ടുവരാം. ഓക്കെ, സൈക്ലിക്കും ഉണ്ടാക്കാം, അസൈക്ലിക്. ഇത് നിങ്ങൾ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചു. അവർ നോൺ വോളറ്റൈൽ സോളിഡ്സ് ആണ്, ഹൈഡ്രോഫോബിക് ആണ്, പിന്നെ ഇലാസ്റ്റിസിറ്റി കിട്ടും നമ്മളൊരു ക്രോസ് ലിങ്കിങ് ഇൻറ്റീരിയർ. അപ്പോൾ അവർ ഹൈഡ്രോഫോബിസിറ്റി മാത്രമല്ല, അവർ ദാറ്റ് വിൽ നോട്ട് റിയാക്ട് വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് അതർ സോൾവെൻറ്റ്സ്. പിന്നെ ഫ്ലെയിം റിട്ടാർഡൻറ്റ് പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്ലാസ്റ്റിക് പ്രിപ്പറേഷനിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. സെമി കണ്ടക്ടേഴ്സ്, പ്രിൻറ്റഡ് സർക്യൂട്ടിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്.